നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. ഞങ്ങളിവിടെ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ട് NMNF ഭാഗമായിട്ട് ഗവൺമെൻറ് സെലക്റ്റഡ് ഫാർമർ മാസ്റ്റർ ട്രെയിനേഴ്സിനെ ട്രെയിനിങ്ങിനായിട്ട് ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ഇവിടെ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 50% ഇപ്പോൾ നാച്ചുറൽ ഫാമിംഗ് പ്രകൃതി കൃഷിയായിട്ടുണ്ട്. ഈ നിൽക്കുന്നത് ഞാനൊരു പ്രകൃതി കർഷകയുടെ ഒരു ഫീൽഡിലാണ്. അപ്പോൾ ഇവിടെ നാടൻ പശുക്കളെ ഉപയോഗിച്ച് മാത്രമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടൻ പശുക്കളുടെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ച് കൃഷി ചെയ്ത് അതിൽ ജീവാമൃതം, ബീജാമൃതം തുടങ്ങിയ കീടനിയന്ത്രണികളും വളങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആണ് ഇവിടെ കൃഷി പിന്തുടരുന്നത്. ഇതാണ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഡൂ നത്തിങ് ഫാമിംഗ് എന്നാണ് ഇന്നലെ ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുകയുണ്ടായത്. അതായത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യാത്ത ഒരു ഫീൽഡിൽ പോലും നമുക്ക് നാച്ചുറൽ ഫാമിംഗ് പ്രകൃതി കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സാധാരണ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ ഒരു പുതിയ കൃഷിക്ക് അനുയോജ്യമല്ല എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ശാസ്ത്രം അനുസരിച്ച് നമുക്ക് 365 ദിവസവും നമുക്ക് ഒരു മണ്ണിൻ്റെ മുകളിൽ ഒരു പുത ഉണ്ടാവണമെന്നാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് നേരത്തെ കൃഷി ചെയ്ത അതിൻ്റെ ബാക്കി വരുന്ന വസ്തുക്കൾ ഉപയോഗിക്കാം, ചപ്പുചവറുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നവധാന്യങ്ങൾ പോലെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് നമുക്ക് അതിനൊരു പുത സൃഷ്ടിച്ചു കൊടുത്താൽ ആ മണ്ണിൽ ന്യൂട്രിയൻസ് ഉണ്ടാവുകയും അതിനെ പ്രിസർവ് ചെയ്ത് വെക്കുകയും അതുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് തന്നെ ഒരു കൃഷി തുടങ്ങണമെങ്കിൽ ഏറ്റവും ഉത്തമം അതാണെന്നാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. യാതൊരുവിധ രാസവളങ്ങളും ഇല്ലാതെ കൃഷി ചെയ്ത് നോക്കത്താ ദൂരത്താണ് ഇവിടുത്തെ പ്രകൃതി കൃഷി കർഷകർ. ഇതൊരു ചേച്ചി നടത്തുന്ന ഒരു ഫാമിംഗ് ആണ്. 70 വയസ്സിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ എത്ര ഏക്കറുകളാണ്. ഇത്രയും നിസ്സാരമായിട്ടാണ് നമുക്ക് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് നടത്താൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് നേരത്തെ ഇവിടെ കൃഷി ചെയ്തിരുന്ന ചോളത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഇതിൻ്റെ മണ്ണിൻ്റെ മുകളിൽ പുതയായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. കണ്ട, ഇവിടെ പശുക്കളുണ്ട്. ഇതാണ് ഇവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്ന പശുക്കൾ. കച്ചിത്തുരുവുണ്ട്, ചുറ്റും പാടമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും 365 ദിവസവും മണ്ണിൻ്റെ മുകളിൽ ഒരു പുത ആവശ്യമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ATM മോഡൽ എന്ന് പറയും. അതായത് എനി ടൈം മണിയാണ്. ഇവിടെ എനി ടൈം ATM മോഡലിൽ അതായത് മൾട്ടി ക്രോപ്പിംഗ് എന്ന് പറയും. മിനിമം 5 വിളകളെങ്കിലും ATM മോഡലിൽ കൃഷി ചെയ്യണമെന്നാണ്. ഇവിടെ നോക്കിയാൽ കാണാം. വാഴ കൃഷിയുണ്ട്, ചോളമുണ്ട്, മുരിങ്ങയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പപ്പായയുണ്ട്, വഴുതനങ്ങയുണ്ട്, മുളകുണ്ട്. അങ്ങനെ ഉള്ള മൾട്ടി ക്രോപ്പിംഗ്. അപ്പോൾ നമുക്ക് ഏത് സമയത്തും നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരെ കാണുന്നത് ദൈവമായിട്ടാണ്. അതിവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ മുതലാണ് നമുക്ക് മാറ്റം വന്നു തുടങ്ങേണ്ടത്. നമ്മുടെ കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനത്തിൽ ഏറ്റവും അവസാനത്തെ പരിഗണനയാണ് ഒരു കർഷകന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൃഷി എന്ന് പറയുന്ന ആ മേഖല ഇങ്ങനെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാണ് പ്രാഥമികമായിട്ടൊരു മാറ്റം വരേണ്ടത്. അതിന് തന്നെയാണ് കർഷകനെ ദൈവമായിട്ടും കർഷകനെ പ്രഥമ ശ്രേണിയിൽ പരിഗണിക്കാനും ഉള്ള
ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത്. നോക്കാൻ പോയിട്ടുണ്ടോ? അവന് വാതിലും പോയിട്ടുണ്ടോ? വഴി പോയോ? അതിൽ കണ്ടായിരുന്നു. So now it is rainy season now. Rainy season now they won't allow for the seed. Otherwise in summer they collected all the seeds. చెక్ చేయండి, చేతులను పట్టుకొని చూడండి. ఈ వഴുదనంగి ఇవిడతే చూడండి, ఒకసారి చేతులను పట్టుకొని వంకాయలను చూడండి. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ചിലര് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് ഈ നാച്ചുറൽ ഫാമിംഗ്, പ്രകൃതി കൃഷി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പുരാതനമായ ഒരു കൃഷി രീതിയാണെന്നാണ് വിചാരം. പക്ഷേ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ഫാമിംഗ് ആണ്. മോഡേൺ സയൻറ്റിഫിക് ഫാമിങ്ങിനാണ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതിലൊക്കെ അതിൻ്റെ റിസൾട്ടാണ്. ഡൂ നത്തിങ് ഫാമിംഗ്, നേരത്തെ പറഞ്ഞല്ലോ, ഡൂ നത്തിങ് ഫാമിംഗ് ആണ്. നമ്മൾ ഈ ചെടികൾക്കൊക്കെ കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന മൈക്രോബ്സിനെ നമ്മൾ മണ്ണിലെത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വളപ്രയോഗമല്ല നാച്ചുറൽ ഫാമിങ്ങിൽ പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ ആ മൈക്രോബ്സാണ്, സൂക്ഷ്മാണുക്കളാണ് പണിയെടുത്ത് അത് മണ്ണിനെ അത് ഫലഭൂയിഷ്ടമാക്കി ചെടികൾക്ക് കഴിക്കാൻ ആവശ്യമുള്ള ന്യൂട്രിയൻസും ഒക്കെ പാകം ചെയ്ത് കൊടുക്കുന്നത് ഈ സൂക്ഷ്മാണുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോബ്സിനെ വളർത്തുക എന്നുള്ളതാണ് നമ്മൾ നാച്ചുറൽ ഫാമിങ്ങിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാറ്റലിസ്റ്റുകളാണ്, ഒരു മീഡിയം മാത്രമാണ് ഈ പറയുന്ന നമ്മൾ വളം എന്ന് തെറ്റിദ്ധരിക്കുന്ന ജീവാമൃതവും ഈ പറയുന്ന ചാണകപ്പൊടിയാണെങ്കിൽ തന്നെ, അതുപോലെ വിത്തുകളെ സംരക്ഷിക്കുന്ന ബീജാമൃതം തുടങ്ങിയ ലായനികൾ. അപ്പോൾ ഇതൊക്കെ ഒരു കീടനാശിനിയോ അല്ലെങ്കിൽ വളമോ അല്ല, സൂക്ഷ്മാണുക്കളെ പോഷിപ്പിക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ബാക്കി മണ്ണ് പരുവപ്പെട്ട് ചെടിയാണ് മണ്ണിനെ വളക്കൂറുള്ളതാക്കുന്നത്. അല്ലാതെ മണ്ണിൽ നമ്മൾ വളം ചെയ്ത് ചെടിയെ വളർത്തുകയല്ല ചെയ്യുന്നത്. ചെടി അന്തരീക്ഷത്തിൽ നിന്നും അതുപോലെ അതിന് സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ വലിച്ചെടുക്കുന്ന ഈ പറയുന്ന ന്യൂട്രിയൻസിനെയൊക്കെ അത് വേരുകൾ വഴി കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടെ വേരുകളിലേക്ക് ജലരൂപത്തിൽ പോലും അത് ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെടി വളർത്താൻ മണ്ണ് പരിപോഷിപ്പിക്കുകയല്ല, ചെടി മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാച്ചുറൽ ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ 365 ദിവസവും നമ്മൾ മണ്ണിനെ കവർ ചെയ്ത് ലൈവായിട്ടുള്ള ചെടികൾ അതിൽ നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെടിയുമാകാം, കളകളാകാം, പക്ഷേ തരിശായിട്ടിടരുത്. അതാണ് നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പുതിയ അറിവാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തി പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചകളിലോ ഒന്നും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പുതിയ അറിവുകളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായ അറിവുകളാണ്. കാരണം 365 ദിവസവും നമ്മൾ മണ്ണിനെ കവർ ചെയ്തിടണം. നമ്മൾ ഒരു 2 മാസം അല്ലെങ്കിൽ 4 മാസം കൃഷി കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ കളച്ച് വിളവെടുത്തതിന് ശേഷം കളച്ച് വൃത്തിയാക്കി ബാരൻ ലാൻഡ് എന്ന് പറയും, മണ്ണ് മാത്രമാക്കി ഇടുക ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വിളയെടുത്തതിൻ്റെ ബാക്കിയുള്ള വിളകളുടെ ബാക്കി ഭാഗവും അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന നവധാന്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് വിതച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൃഷിയിടത്തിൽ കവർ ചെയ്ത് ഒരു മൂടി ഉണ്ടാക്കി വെക്കണം. കാരണം ലൈവായിട്ട് എപ്പോഴും ചെടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കണ്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ടെമ്പറേച്ചർ 20% ടെമ്പറേച്ചർ കുറവാണ് നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഈ പ്ലോട്ടിൽ നമ്മൾ മീറ്റർ റീഡിങ് എടുത്തപ്പോൾ ഉണ്ടായത്.
ചെക്ക് ചെയ്തപ്പോൾ. അതുപോലെ തന്നെ കളകളുടെ ഇതാണെങ്കിലും 5% ഉള്ളൂ കളകൾ വരുന്നത്. സാധാരണ 20% നിന്ന് 5% കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഇവിടുത്തെ ഒരു തൊഴുത്തിലാണ്. ഇതാ കണ്ടോ, ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന പശുക്കളും കാളകളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നാടൻ പശുക്കളെ, നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സ് പശുക്കളെ ഉപയോഗിച്ചാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഏതിനം പശുക്കളുടെ ചാണകം ഉപയോഗിക്കാം എന്നൊരു, ഏത് പശുക്കളുടെയോ എരുമയുടെയോ പോത്തിൻ്റെയോ ഒക്കെ ചാണകം ഉപയോഗിക്കാം എന്നൊരു വാദമുണ്ട്. അപ്പോൾ അത് ശരിക്കും ശരിയല്ല. കാരണം ഈ നാടൻ പശുക്കളുടെ ചാണകത്തിൽ സൂക്ഷ്മാണുക്കളുടെ അളവ് മറ്റുള്ളവരെ അപേക്ഷിച്ച് 400-500 മടങ്ങ് ഇരട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ പശുക്കളുടെ ചാണകമാണ് ഇതിന് ഉത്തമം. അപ്പോൾ കൂടാതെ നാടൻ പശുക്കളെ നമുക്ക് നാടൻ രീതിയിൽ തന്നെ പരിപാലിക്കാം. അതൊക്കെ മറ്റ് ആർട്ടിഫിഷ്യലായിട്ടുള്ള കാലിത്തീറ്റകളോ പെല്ലറ്റുകളോ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാൽ ഹൈബ്രിഡ് പശുക്കളെ നമ്മൾ രോഗപ്രതിരോധ ശേഷിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിലുമൊക്കെ അവർ വളരെ പുറകിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കവരെ പരിപാലിക്കണമെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള പെല്ലറ്റുകളടങ്ങിയ കെമിക്കലടങ്ങിയ കാലിത്തീറ്റകൾ കൊടുക്കേണ്ടി വരും. അത് അതിൻ്റെ ചാണകത്തിലും മൂത്രത്തിലും ഉണ്ടാവും. തീർച്ചയായിട്ടും അത് മണ്ണിലെ നല്ല മൈക്രോബ്സിനെയും ബാക്ടീരിയയും ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അവരെ അതില്ലാതെയും ആൻറ്റിബയോട്ടിക് മരുന്നില്ലാതെയും മെഡിസിൻ ഇല്ലാതെയും ഒന്നും നമുക്ക് പരിപാലിക്കാൻ നമ്മുടെ കാലാവസ്ഥയിലും നമ്മുടെ ഭൂമിശാസ്ത്രത്തിലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നാടൻ പശുക്കളെ ഉപയോഗിച്ച് ഇത് ചെയ്യണം എന്ന് പറയാനുള്ള പ്രധാന കാരണം. ഇതാണ് നമ്മുടെ നാച്ചുറൽ ഫാമിങ്ങിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട പ്രധാനമായിട്ടുള്ള 9 കാര്യങ്ങളാണ്. 1, 365 ദിവസവും ഗ്രീൻ കവർ ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ കവർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ടുള്ള രാസവളങ്ങളോ കീടനാശിനികളോ കളനാശിനികളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പെസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് കീടനിയന്ത്രണികൾ, അത് നമ്മൾ പച്ചിലകളൊക്കെ ഉപയോഗിച്ചുള്ള നേരത്തെ പറഞ്ഞ പോലെ ബീജാമൃതം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതാണ് ബയോ സ്റ്റിമുലൻസ് എന്ന് നേരത്തെ പറഞ്ഞത്. ഇത് വളങ്ങളല്ല, ജീവാമൃതം, ബീജാമൃതം, ഘനജീവാമൃതം തുടങ്ങിയതൊക്കെ ബയോ സ്റ്റിമുലൻസ് ആണ്. അവരുടെ കാറ്റലിസ്റ്റ് മാത്രമാണ്, വളങ്ങളല്ല. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ മൃഗങ്ങളെ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാടൻ ഇനങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഫാമിങ്ങിലേക്ക് കൊണ്ടുവരാൻ നല്ലത്. അതുപോലെ തന്നെ നാടൻ വിത്തിനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ മണ്ണിനെ കൂടുതലും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഘടകമായിട്ട് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിളകളുടെ അവശിഷ്ടങ്ങളെല്ലാം മണ്ണിലേക്ക് ഇടുക, പുതയിടുക. പിന്നെ ക്രോപ്പ് ഡൈവേഴ്സ്, നമ്മൾ പലതരത്തിലുള്ള, നേരത്തെ കണ്ടതാണ്, പലതരത്തിലുള്ള ക്രോപ്പുകൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കുക. అధికారి ఇదే మేడం. టోటల్ ఎంత ఇక్కడ ఉన్నాయి? టోటల్ గా రెండు కలిపేసి రెండు కలిపేసి ఓకే ఇక్కడ So this is April, banana is April, Sema is May. ഓക്കെ, ഇത് നമ്മുടെ അച്യുതൻ സാറാണ്. നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ്, നമ്മുടെ മലയാളിയാണ്. ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സീനിയർ അസോസിയേറ്റ് ആയിട്ട് ഇപ്പോൾ പ്രൊമോഷനൊക്കെ ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ ഒരു ഡെഡിക്കേഷനും അവരുടെ ഒരു എന്താ പറയുന്നത് ആത്മാർത്ഥതയൊക്കെയാണ്. അതായത് വിജയകുമാർ സാറാണെങ്കിലും അദ്ദേഹമാണ് വൈസ് ചെയർമാൻ അല്ലേ, എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനാണ് വിജയകുമാർ സാറുണ്ട്. പിന്നെ റൈഡു സാറുണ്ട്. ഇവരെല്ലാം റിട്ടയേർഡ് IAS ഓഫീസേഴ്സൊക്കെയാണ്. അപ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരെ പോലുള്ള ഈ ആളുകളുടെ ഡെഡിക്കേഷൻ, അതായത് റിട്ടയേർഡ് ആയിട്ട് ഓവർ ടൈം ജോലി ചെയ്ത് ഇതുപോലെ ഈ നാച്ചുറൽ ഫാമിങ്ങിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്.
അപ്പോൾ അതെല്ലാവരും ഒരു മാതൃകയാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ ബ്ലോഗാണ്? അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ കൃഷി ചെയ്തതിന് ശേഷം, വിളവെടുത്തതിന് ശേഷം ഇതാണ് നെൽപ്പാടമാണ്. അപ്പോൾ അവിടെ കവർ ക്രോപ്സ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ കാണുന്നത്. ഇത് കവർ ചെയ്യാത്ത സ്ഥലവും അവിടെ വിത്തുകൾ വിതച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം. എന്താ അതുപോലെ തന്നെ എന്താ ബാക്കി വിത്ത് വെച്ച് കവർ ചെയ്തിട്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഇവിടെ ഒരു ഉപയോഗമുണ്ട്. കണ്ടോ, നമ്മുടെ വാഴ കച്ചി വെച്ചാണ് ഈ വേലി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്.